പന്നിക്കിണിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി നിലമ്പൂർ LDF സ്ഥാനാർത്ഥി M സ്വരാജ്. അപകടകരമായ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് നേരെ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് സ്വരാജ് പറയുകയാണ്. ഇനി ഇത്തരം സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള കർശനമായ നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. വന്യജീവി മനുഷ്യ സംഘർഷം അതീവ ഗുരുതരമായ കാര്യം തന്നെയാണ്. വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നും വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് കേരള സർക്കാർ സമർപ്പിച്ച പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകണമെന്നും അതിനായി എല്ലാ പാർട്ടിയിലുള്ളവരും ഒരുമിച്ച് ശബ്ദമുയർത്തണമെന്നും അദ്ദേഹം പറയുകയാണ്. എന്നാൽ ഇത്തരം ഒരു അപകടമുണ്ടായപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കോൺഗ്രസ് ശ്രമിച്ചത് അപലപനീയമാണ് എന്നും അദ്ദേഹം പറയുകയാണ്. വഴിതടയൽ പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് തടഞ്ഞത് ആശുപത്രിയിലേക്കുള്ള റോഡാണ്. അതിന് നേതൃത്വം നൽകിയത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും. കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ്. ഇതിന് തൊട്ടു മുമ്പ് നിലമ്പൂരിൽ ഇത്തരത്തിലൊരു അപകടം കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചപ്പോൾ കോൺഗ്രസ് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ലായിരുന്നു. കാരണം അപ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല. മരണത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കരുത് എന്നാണ് സ്വരാജ് എടുത്തു പറയുന്നത്. വന്യജീവി സംരക്ഷണ നിയമം മനുഷ്യൻ്റെ ജീവന് വില കൽപ്പിക്കുന്നില്ല എന്നതാണ് പ്രശ്നമെന്ന് CPM നേതാവ് M സ്വരാജ് വ്യക്തമാക്കുകയാണ്. നിക്ഷിപ്തമായ താല്പര്യങ്ങളോടെ അല്ല ഇത്തരം പ്രശ്നങ്ങളെ കാണേണ്ടതെന്നും പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് അർത്ഥമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. മലയോര മേഖലയിലെ കർഷകരെ മനുഷ്യരെ തന്നെ കണക്കാക്കണം. അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കണം. മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ കേന്ദ്ര നിയമമാണ്. ആ നിയമത്തെ മറികടക്കാൻ സംസ്ഥാന നിയമസഭയ്ക്ക് കഴിയുകയില്ല. ഏത് പാർട്ടി ഭരിച്ചാലും ആര് ഭരിച്ചാലും അതിന് കഴിയുകയില്ല. അതിനുവേണ്ടിയാണ് സമ്മർദ്ദം ശക്തിപ്പെടുത്തേണ്ടത്. അതിന് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ ഒരുമിച്ച് നിന്ന് അതിനുവേണ്ടി ശബ്ദം ഉയർത്തുകയാണ് വേണ്ടത്. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം. മനുഷ്യൻ പരിസ്ഥിതിയുടെ ഭാഗമാണ്. വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതുന്നതിന് രാജ്യം ഭരിക്കുന്നവർ നേതൃത്വം കൊടുക്കുക തന്നെ വേണം. വന്യജീവികളുടെ ആക്രമണം ഫലപ്രദമായി തടയുന്നതിന് സമഗ്രവും ശാസ്ത്രീയവുമായ ഒരു പദ്ധതി കേരള സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. അതിന് അംഗീകാരം ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് അംഗീകാരം ലഭിക്കണമെന്നും അദ്ദേഹം പറയുകയാണ്.